വീട്ടിൽ സ്വർണ്ണക്കട്ടി ഇരിക്കുമ്പോ നീ എന്തിനാ കാക്കപ്പൊന്നിന്റെ പുറകെ പോണത്? അങ്ങനെ എന്തെങ്കിലും ആവശ്യം തോന്നിയാ നിനക്ക് എന്നോട് ചോദിച്ചാ പോരായിരുന്നോ? ഞാനിവിടെ എന്തിനും തയ്യാറായി നിൽപ്പില്ലേ? അന്തപ്പച്ചേട്ടനൊന്ന് പോകുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ അമ്മച്ച വിളിക്കും. വിളിക്കടി, എന്നിട്ട് വേണം സത്യമല്ല എനിക്ക് തുറന്നു പറയാൻ. ഇന്നലെ രാത്രി ഇവിടെ സംഭവിച്ചതിന്റെ പിന്നിൽ ആരായിരുന്നെന്ന് എനിക്കറിയാം. നീ ഇവിടെ എന്തിനു വന്നു? നിനക്ക് ഇവിടെ എന്താ കാര്യം? അത് നീ കൊറേ നാളായി പെണ്ണിന്റെ പുറകെ ഇങ്ങനെ ചുറ്റി കളിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അയ്യോ പോയോ? ഇല്ലേ, അത് ശരിയായിരിക്കാം. പക്ഷെ ഇന്നലെ രാത്രി വന്നത് ഞാനല്ല. ഇന്നലെ രാത്രിയിൽ നീ ഇത് തന്നെയല്ലേ പറഞ്ഞത്? അയ്യോ, അത് തന്നെ ഞാൻ ഇപ്പോഴും പറയുന്നത്. അമ്മച്ചി, ഞാൻ പറയുന്നതൊന്ന് വിശ്വസിക്ക്. ഇവിടത്തെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാമെന്ന ഏതോ ഒരു ചാരനാണ് അവനെന്നാണ് എന്റെ വിശ്വാസം. ചാരനോ? അമ്മച്ചി ഒന്ന് സൂക്ഷിച്ചിരിക്കുന്നത് നല്ലതാ. ആകാശത്ത് ആയുധം വരെ വീഴുന്ന കാലമാ. ചിലപ്പോ അമ്മച്ചിയുടെ ജീവൻ വരെ അപകടത്തിലായേക്കാം. ജാഗ്രത. ഇൻക്ലൂഡിംഗ് കത്രീന. കാശിന് വകയില്ലാത്ത തെണ്ടിയുമായി ഊരി ചുറ്റാൻ നടക്കുന്നു. മേലിൽ അവന്റെ കൂടെ എങ്ങാനും കണ്ടുപോയാൽ നിങ്ങൾ എന്തേ ആരും എന്തോ പറഞ്ഞത് കേട്ട് ഇങ്ങനെ തല്ലാനും കൊല്ലാനും തുടങ്ങിയാലോ? നാട്ടുകാരൊന്നും അല്ലടി, രണ്ടിനെയും കൂടെ സിനിമാ തിയേറ്ററിൽ വെച്ച് കണ്ടത് നമ്മുടെ ഇട്ടിച്ചര. അവൻ കള്ളം പറയൂ. നിങ്ങൾ ബഹളം വെക്കാതെ ഓഫീസിലേക്ക് ചെല്ല്. ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. വാ ചെല്ല്. അവരെന്നെ കൊല്ലും. ആര്? ആ കല്ലുക്കാര് സ്റ്റാലിയും കൂട്ടരും. അനിതയെ ഹോസ്റ്റലിൽ നിന്ന് വീട്ടിൽ കൊണ്ടുപോയി. അവളെ ഒരുപാട് ഉപദ്രവിച്ചു എന്നും പറയുന്ന കേട്ടു. എടാ, ഞാൻ നിന്നോട് അന്നേ പറഞ്ഞതല്ലേ, പ്രേമവും മണ്ണാങ്കട്ടയും. എന്താണല്ലോ അവളും ആ ചോളനല്ലേ. ഇപ്പൊ അവള് നിന്നെ തള്ളി പറഞ്ഞു കാണുമല്ലേ? ഇല്ല, അനിത ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. വല്ല 4 അക്ഷരം പഠിച്ച് വല്ലതും ആയിട്ട് പാവം പിടിച്ച് അപ്പനെ അമ്മയെ നോക്കാണ്ട് നീയെ പുളിങ്ങോമ്പ് നോക്കിപ്പോയല്ലേ. ഇതുകൊണ്ട് എന്നെ തന്തയ്ക്ക് നൽകി നിന്നെ നഷ്ടപ്പെട്ടാലോ? അവളുടെ പണം കണ്ട് ഞാൻ പുറകെ കൂടിയെന്നാ തണ്ണിച്ചാൻ പറയുന്നത്. ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കി, പക്ഷെ അവൾ പിന്മാറിയില്ല. ഓ, അപ്പോ നീ വിളിച്ച അവൾ ഇറങ്ങി വരുവോ? അത് പേടിച്ചു പോയല്ലേ. വരില്ലടാ, വരില്ല. കല്ലൂക്കാരൻ കുട്ടപ്പായ ചൂണ്ടിക്കാണിക്കുന്ന ഏതെങ്കിലും പ്ലാന്റയുടെ കൂടെ അവള് പോകൂ. പ്ലീസ് തണ്ണിച്ചായ, അങ്ങനെ പറയരുത്. എങ്കിലും ധൈര്യമായിട്ട് വിളിച്ചോണ്ട് വാടാ, ഞാൻ ഉണ്ടാ കൂടെ. രണ്ടാൾക്കും സന്തോഷായല്ലോ. വാ. നീയൊക്കെ കൂടി ചതിക്ക് കൂട്ടുതന്നല്ലേ? വെറുതെ ഒറ്റ വെച്ച ആളെ കൂട്ടണ്ട, നാണക്കാരല്ലേ. ആ പാവം പിള്ളേര് പോയി ജീവിച്ചോട്ടെ. നീ കല്ലൂക്കാരൻ കുട്ടപ്പായുടെ മോളാ ഇവള്. ഇവളെ ഈ തെണ്ടിയോട് വിടാൻ ഞാൻ അനുവദിക്കില്ല. പ്രായപൂർത്തിയായ ചെറുക്കനും പെണ്ണും നിയമപ്രകാരം കല്യാണം കഴിക്കാനുള്ള അവകാശമുണ്ട് ഇവിടെ. നിന്റെ മറ്റടത്തെ കല്യാണം വാടി ഇവിടെ. എന്താ ഇവിടെ ഒരു ബഹളം? ഓഹോ, ചേട്ടന്റെ മനിയന് നാടകം കളിക്കായിരുന്നല്ലേ? ശത്രുത തീർക്കാൻ കണ്ടുപിടിച്ച ആയുധം കൊള്ളാം. ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാകാതെ മാറിക്കണോ. എന്റെ മകളെ ബലമായി പിടിച്ചോണ്ടൊന്ന് കല്യാണം കഴിപ്പിച്ചിട്ട് ഞാൻ പറയുന്നു. വെച്ചേ, നിന്നെ ബലമായി പിടിച്ചോണ്ടെന്ന് കേട്ടിട്ടാണെന്ന് പറഞ്ഞു കൊടുക്കണേ. പേടിക്കാതെ പറഞ്ഞോറേ. എന്നെ ആരും ബലമായി പിടിച്ചോണ്ട് വന്നതല്ല. കേട്ടല്ലോ, ഇനി എന്നാ വേണ്ടേ? മാറിക്കണോ. രണ്ടുപേരും പോയി ജീവിക്കാറ്. ധൈര്യമായിട്ട് പോ. കല്ലുക്കാരൻ കുടുംബത്തിൽ നിന്ന് പറഞ്ഞ കാട് കയറിയാലും കുട്ടപ്പായി തല കുനിക്കില്ലടാ. വാടാ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പൈങ്കിളി കഥകൾ വായിച്ചിരുന്ന കത്രീന എങ്ങനെയാ ബൈബിളിൽ കയറിയത്? ആ ധ്യാനം കൂടിയതിനു ശേഷം ഇതാണ് ഏട്ടാ എന്റെ അനുഭൂതി. അങ്ങനെ ഒരു അനുഭൂതി ഉണ്ടെങ്കിൽ വാ, നമുക്ക് ഒരുമിച്ച് വായിക്കാം. ആരെങ്കിലും കാണും. ആര് കാണും? ആങ്ങൾ ഇപ്പൊ ഇങ്ങ് എത്തും.
അവനവിടെ ചീട്ട് കളിച്ചോണ്ടിരിക്കുക. ഇന്നൊന്നും വരത്തില്ല. അവന് കൈ കയറാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. എന്താ ഇത്? വേണ്ട കേട്ടാ. പ്രിയ സഹോദരരെ, മരണം ഒരു കള്ളനെ പോലെ കടന്നു വരുന്നു എന്ന് കർത്താവ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു. അവൻ ഏത് നിമിഷം വരുന്നുവെന്ന് നാം അറിയുന്നില്ല. പാപങ്ങളരുത്, പാപമോചനങ്ങളരുത്. നിങ്ങളുടെ കരങ്ങൾ സുഖമായിരിക്കും. അവൻ ഏത് നിമിഷവും എന്താ പിന്നേട്ടാ? കത്രീനെ കാണാൻ വന്നതാ. എന്റെ ആങ്ങളിപ്പോ എത്തും. അവനെ വാസുവിന്റെ ചാരായക്കടയിൽ അടിച്ച് പൂക്കുറ്റിയാക്കി കിടത്തിട്ടാ വന്നത്. എന്താ ഈ കാണിക്കണേ? കുറ്റിയിട്ടത് അതല്ലേ എന്താ ഈ കാണിക്കുന്നത്? നമ്മുടെ ഭാവിയെ കുറിച്ച് സംസാരിക്കാനുണ്ട്. നിന്നോടൊരു സുപ്രധാന കാര്യം പറയാനാ ഞാൻ വന്നത്. നിന്നെ വീശിപ്പിടിക്കാൻ ഒരു വലയുമായി ആ തെണ്ടി മത്തായി നിന്റെ പിറകെ നടക്കുന്നുള്ള കാര്യം എനിക്കറിയാം. അവനൊരു ചതിയനാണെന്നുള്ള കാര്യം എന്റെ പൊന്നു കത്രീനെ നീ മറക്ക്. മൂട്ട മൂട്ട മൂട്ട. നീ അവനെ വിശ്വസിക്കരുത്. ഒരുപാട് പെൺകുട്ടികളെ അവൻ വഴിയാധാരമാക്കിയതാ. അവനൊരു എരപ്പാളി നിന്റെ തന്ത. എന്തത്? ദൈവവചനം. സത്യം സത്യം, ഞാൻ പറഞ്ഞില്ലേ. അവൻ വഴിയാധാരമാക്കിയ പെൺകുട്ടികൾ ലിസ്റ്റിലേക്ക് കേൾക്കണ. മൂവാറ്റുപുഴക്കാരി ലീലാമ, ചങ്ങനാശ്ശേരിക്കാരി അച്ചാമ്മ, അങ്കമാലിക്കാരി കൊച്ചമ്മണിയും അവളുടെ വകയില് 2 അനിയത്തിമാരും, പിന്നെ നിന്റെ അമ്മ മറിയാമ്മയും. ദൈവവചനം ഇരിക്കുമല്ലേ? എന്റെ ഭാവി വധുവിന്റെ വിശ്വാസ പ്രമാണം തകരരുത്. അതുകൊണ്ടാ പറഞ്ഞത്. 6ാം പ്രമാണം മുറുക്കെ പിടിച്ചോണം. 10 എന്റെ കയ്യിലുണ്ടടാ പട്ടി. പിന്നല്ലേ നിന്റെ 6? 3 പോലെ ഞാൻ തന്നില്ലടാ പുല്ലേ. കത്രീനോ, കർത്താവ് അപ്പ കട്ടിന്റെ അടിയിലുണ്ടല്ലേ? നിനക്കെന്താ കട്ടിന്റെ അടി കാര്യം? നിനക്കെന്താ കട്ടിൽ മുകളിൽ കട്ടിൽ എനിക്കുള്ളതാടാ. അതൊക്കെ പള്ളി ചെന്ന് പറഞ്ഞു. അതെ, പള്ളി പറഞ്ഞെന്നെ ഈ കട്ടിലും എന്റെ ഈ കത്രീനെ ഞാൻ സ്വന്തമാക്കണം. ജീവിച്ചിരിക്കുമ്പോ നടക്കില്ല. ഈ കഴുത്ത് എനിക്കുള്ളതാടാ. ഈ കഴുത്ത് എനിക്കുള്ളതാ. സോറി കത്രീന, നീ നോക്കിക്കോ. അടുത്ത പള്ളിപ്പെരുന്നാളിന് മുമ്പ് പള്ളിപ്പറമ്പിൽ ചാക്കോച്ചന്റെ മകൻ അന്തപ്പൻ ഈ കത്രിയുടെ കഴുത്തിൽ താലി കെട്ടിയിരിക്കോടാ. നീ താലി കെട്ടാൻ ചെല്ലുമ്പോൾ ആ കഴുത്തിലൊരു താലി ഉണ്ടായിരിക്കുമ്പോഴാ അത് ഈ മത്തായിയുടേതായിരിക്കും. എങ്കിൽ കാണാമട പരട്ടെ. എങ്കിൽ കാണാമട പട്ടി. യെസ് സർ. കൺഫേം. താങ്ക് യു വെരി മച്ച്. എന്താ? കുട്ടപ്പായി മുതലാളി ഒന്ന് കാണണം. മുതലാളി റൂമിലാ. ഒരു മിനിറ്റ്. ഹലോ സാർ, ഒരു സ്ത്രീ കാണാൻ വന്നിട്ടുണ്ട്. കൊടുത്തേ. ഞാനാ ദീനാമ്മ. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? അത് ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ടായിരുന്നു. ഞാനിപ്പോ കുറച്ച് തിരക്കില്ല. നിങ്ങൾ പോ. അത് ഞാനങ്ങ് വന്നേക്കാം. നിങ്ങൾ പോ. ആരാ എപ്പോ ഇവിടെ ഇറങ്ങിപ്പോയത്? ചോദിച്ച കേട്ടില്ലേ ആരാ പോയെന്ന്? കല്ലൂക്കാരൻ കുട്ടപ്പായ്ക്ക് ഈ പാതിരാത്രി ചുങ്കത്താനത്ത് തന്നെ ഇടപാട്. എന്ന് തുടങ്ങി ഈ ബിസിനസ്? നിങ്ങളെ പറ്റി നാട്ടുകാർ പലതും പറയുന്നുണ്ടെങ്കിലും ഞാനതൊന്നും വിശ്വസിച്ചിരുന്നില്ല. ആരായിരുന്നു കുട്ടപ്പായുടെ കൂടെ? അമ്മയോ അതോ? എന്നെ പറ്റി എന്ത് വേണമെങ്കിലും പറഞ്ഞു, പക്ഷെ ഒന്നും അറിയാത്ത എന്റെ മോളെ പറ്റി പറഞ്ഞാൽ സഹിക്കത്തില്ലല്ലേ? അപ്പൊ ഞാൻ കണ്ടതൊക്കെയോ? സണ്ണിച്ചം കണ്ട് നേര് തന്നെയാ. എന്നെ കാണാനാ കുട്ടപ്പായി വന്നത്, എന്റെ മോളെ കാണാനല്ല. കല്ലൂക്കാരന്മാർ നെറികെട്ടവരാണേലും സ്വന്തം മോളുടെ കിടക്ക പങ്കിടാൻ കുട്ടപ്പായി അത്രയ്ക്ക് അതപ്പറിച്ചിട്ടില്ല. 10-20 കൊല്ലം മുമ്പ് എന്നെ വഞ്ചിച്ചു പോയ ആ മനുഷ്യനെ ഞാനാ വീണ്ടും വരുത്തിയത്. അയാളുടെ ചോരയിൽ പിറന്ന ഇവൾക്കൊരു ജീവിതം ഉണ്ടാവാൻ.
ഉണ്ണിച്ചാൻ